ഹലോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണി 5:30 സമയമായിട്ടുണ്ടേ. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് സാരി ഉടുത്ത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അമ്പലത്തിൽ തന്നെ. അപ്പോൾ രാവിലെ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി ഞാൻ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ ആ സാരി ഉടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവരെ രാവിലെ വെളുപ്പിന് എണീപ്പിച്ച് വെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും കൂടെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുവാണേ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ട് എന്നാ നീ ഇതുവരെ റെഡിയായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോയാൽ ഞാൻ സാരി ഒന്നും ഉടുക്കാറില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സാരിയെല്ലാം അഴിച്ച് പറക്കി ദൂരെ കളയും. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുപോകാത്തതുകൊണ്ട് പേരിൽ ഇന്ന് ഞാൻ സാരിയൊക്കെ ഉടുത്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും പിള്ളേരെ കൊണ്ടുപോകാറുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാതെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വണ്ടിയെ കയറി ഇറങ്ങി. അപ്പോൾ ഏതമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അത് നമ്മുടെ സ്വന്തം ഏറ്റുമാനൂർ തന്നെ. അപ്പം ഞങ്ങൾ എല്ലാ മാസവും കറക്റ്റ് പോകുന്നതാണല്ലോ. അപ്പം ഈ മാസം 1-ാം തീയതി തന്നെ പോയേക്കാമെന്ന് വിചാരിച്ച് ഏറ്റുമാനൂർ അമ്പലത്തിലേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെങ്ങും തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ. പ്രത്യേകിച്ച് രാവിലെ മോർണിംഗ് സൂര്യൻ ഉദിച്ചു വരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരു കുളിർമയാണ് പ്രത്യേകിച്ച്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് പാട്ട് പാടി പതുക്കെ സാവധാനം പോവുക. കാരണം പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് തൊഴാനായിട്ടൊക്കെ പറ്റി. അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. ചെറിയൊരു ഫോട്ടോഷൂട്ട് ഒരു റീൽസൊക്കെ അമ്പലത്തിൽ വെച്ച് എടുത്തു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറവലങ്ങാട് വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറിയത്. അപ്പോൾ ഏട്ടൻ ഇഡലിയാണ് പറഞ്ഞത്, ഞാനാണെങ്കിൽ ഒരു പൂരി മസാലയും കൂടെ പറഞ്ഞ്. അപ്പോൾ അതെല്ലാം കഴിച്ച് പിറക്കി നമ്മൾ കുട്ടികൾക്കുള്ളത് മേടിച്ചുകൊണ്ട് പോയിട്ടോ. കാരണം രാവിലെ അമ്മയ്ക്ക് 2 പേരെയും കൂടെ വെച്ച് ഫുഡ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ട് കുട്ടികൾക്കുള്ളത് നമ്മൾ മേടിച്ച് നേരെ വണ്ടിയിലേക്ക് കയറുക. പിന്നെ നമ്മൾ മാത്രം ഫുഡ് അടിച്ചാൽ പോരല്ലോ, നമ്മുടെ കൂടെയുള്ള വണ്ടിക്കും കൂടെ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ വണ്ടിക്ക് നമ്മൾ പെട്രോളെല്ലാം ഒഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.